ഹലോ. അപ്പോൾ രാവിലെ അല്ല കേട്ടോ, ഇത് ഉച്ചയ്ക്കാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. എന്താ ഇരുട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ ലൈറ്റ് ഇടാതാണ് കേട്ടോ എണീറ്റത്. അതുകൊണ്ടാണ് ഇരുട്ട്. ഞാനൊരു 6:30 കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എണീറ്റത്. അപ്പോൾ ഇത് എന്നത്തെ വീഡിയോ ആണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ വീഡിയോ ആണ് കേട്ടോ, സാറ്റർഡേ. അപ്പം ഇന്ന് ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ എണീറ്റത്. വേറെയൊന്നുമല്ല, കുഞ്ഞിന് സ്കൂളിൽ പോകണ്ടാത്ത ദിവസം സാറ്റർഡേ ഒക്കെ ഞാൻ ഈ സമയം വരെ ഒന്ന് കിടക്കും കേട്ടോ. പക്ഷേ മമ്മി, പപ്പ, കുഞ്ഞ് വളരെ നേരത്തെ എണീക്കുന്നവരാണ്. അപ്പോൾ പപ്പയാണ് കേട്ടോ എല്ലാ ദിവസവും ഇവിടെ ലൈറ്റ് ഇടുന്നത്. 5:30 മണിയാകുമ്പോഴത്തേക്ക് പപ്പ എണ്ണീക്കും. അപ്പം ലൈറ്റ് ഇടും കേട്ടോ. അപ്പോൾ ഇത് കുഞ്ഞിൻ്റെയാണ് കേട്ടോ. മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിരിക്കുകയാണ്, അന്തോണീസ് പുണ്യാളനെയും മദർ തെരേസായും. അപ്പോൾ രാവിലെ എണീറ്റ് ഫ്രഷ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൈബിൾ വായിക്കുക എന്നുള്ളത് ചെറുതിലേ തൊട്ടേ ഞാൻ ശീലിച്ച ഒരു കാര്യമാണ് കേട്ടോ. എനിക്കങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒട്ടും അന്നത്തെ ദിവസം പറ്റില്ല കേട്ടോ. അതേപോലെ തന്നെയാണ് ഈ ഫോട്ടോയുടെ മുന്നിൽ വന്ന് നിന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ഗീവറീസാദായെയും മാതാവിനെയും ഈശോനെയും പരിമല തിരുമേനിയും യാക്കോബുർദാന തിരുമേനിയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അവിടെ വന്ന് നിന്ന് ഒന്ന് ആ ഫോട്ടോസിൻ്റെ മുന്നിൽ, ഫോട്ടോസല്ല, എനിക്കത് ശരിക്കും എൻ്റെ മുന്നിൽ എല്ലാവരും നിൽക്കുന്നതായിട്ട് തന്നെയാണ് കേട്ടോ തോന്നുന്നത്. അവിടെ ചെന്ന് നിന്നൊന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ എനിക്ക് പറ്റില്ല കേട്ടോ. അന്നത്തെ ഒരു ദിവസം സമാധാനമായിട്ടിരിക്കാൻ പറ്റില്ല. അപ്പം രാവിലെ ഇവിടെ വന്ന് നിന്നൊന്ന് നോക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഡെയിലി ഈ ജോഗിങ്ങിനൊക്കെ പോകുന്നവരുണ്ടാകും, അപ്പോൾ അവരെ കാണാം കുറച്ചുകൂടെ നേരത്തെ എണീറ്റാൽ. അപ്പോൾ ഇന്നത്തെ ദിവസം അവരെയൊന്നും കണ്ടില്ല കേട്ടോ. അപ്പോൾ പപ്പ നേഴ്സറിയിൽ നിന്ന് കുറച്ച് തൈകളൊക്കെ മേടിച്ചുകൊണ്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മളുടെ മതിൽപണി ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ രാത്രിയിൽ നമ്മൾ മൂടിയിട്ടതാണ് കേട്ടോ. കാരണം മഴയോ വല്ലതും പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഭാഗം തേച്ചു കേട്ടോ. ഇനി ബാക്കി പാർട്ടൂടെ തേക്കാനുണ്ട്. അപ്പോൾ എന്താണ്, മതിൽ പണിയും കാര്യമൊക്കെ നടക്കുന്നതുകൊണ്ട് ആകെ മൊത്തം തിരക്കാണ് കേട്ടോ. കുറേ പണിക്കാരെ നിർത്തിയിട്ടാണ് ചെയ്യുന്നത്, വളരെ വേഗം തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് ഫുഡും വെള്ളമൊക്കെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല തിരക്കാണ് കേട്ടോ വീട്ടിൽ. നിറച്ച് പൊടിയും കാര്യങ്ങളും ഒക്കെയാണ്. നമ്മൾ മതിൽ വീണ് പോയത് ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി കെട്ടാൻ വെച്ചിരുന്നതാണ്, പക്ഷേ അത് വീണ് പോയി. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലേ ആ വീഡിയോ. അപ്പോൾ ഫുൾ പൊടിയും ചെളിയും ഒക്കെയാണ് കേട്ടോ. ഇനി എല്ലാ പണിയും കഴിഞ്ഞിട്ട് വേണം എല്ലാം ഒന്ന് കഴുകി വിട്ടിട്ട് പഴയ പോലെ നമ്മളുടെ ചെടികളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ. അപ്പോൾ ഇതിന് മുന്നേ അവിടെയൊക്കെ നല്ലതായിട്ട് കിടന്നപ്പോഴത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ കൊച്ചിവിടെ ഫോട്ടോസൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ. അത്യാവശ്യം എന്നേക്കാളും നന്നായിട്ട് ക്യാമറ പിടിക്കാനും ഫോൺ പിടിക്കാനും ഒക്കെ അറിയാവുന്ന ആൾ കുഞ്ഞാണെന്ന് ഇടയ്ക്ക് ഞാൻ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഇരുട്ടാണ്, ലൈറ്റൊന്നും വന്നു തുടങ്ങിയില്ല കേട്ടോ. ഇപ്പോൾ ഡിസംബർ ആയതുകൊണ്ട് തന്നെ കുറച്ച് താമസിച്ചാണ് നേരം വെളുക്കുന്നത് ചില ദിവസങ്ങളിലെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഡെയിലി ചായ ഉണ്ടാക്കുന്നത് ഞാൻ തന്നെയാണ് കേട്ടോ. കാരണം മമ്മി ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് നോക്കുമ്പോൾ ചായ ഞാൻ ഉണ്ടാക്കും. അതാണ് കേട്ടോ എനിക്ക് ഇഷ്ടവും. അതിപ്പോൾ കുറേ നാളുകൊണ്ട് ശീലമായി. കാരണം ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നപ്പോഴും രാവിലെ എണീക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ആദ്യം ചെയ്യുന്ന ചായ ഉണ്ടാക്കലാണ് കേട്ടോ. കാരണം എനിക്ക് ചായ കുടിച്ചുകൊണ്ട് അന്നത്തെ ഒരു ദിവസം തുടങ്ങിയില്ലെങ്കിൽ ഒട്ടും ശരിയാവില്ല. ആകെ ഒരു തലവേദനയൊക്കെ പോലെ തോന്നാറുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവരും രാവിലെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം അങ്ങനെ കുടിച്ചിട്ടാണ് കേട്ടോ. കുഞ്ഞുൾപ്പെടെ എല്ലാവരും ചൂടുവെള്ളം കുടിച്ചിട്ടാണ് അന്നത്തെ ഒരു ഡേ തുടങ്ങുന്നത്, എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം പണ്ട് ഞാൻ അങ്ങനെയായിരുന്നു കേട്ടോ. രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പം ഞാൻ വെറും വയറ്റിൽ ചായയാണ് കേട്ടോ. എനിക്കത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നപ്പം അതങ്ങ് ശീലമായിപ്പോയി. പണ്ട് എൻ്റെ വീട്ടിലായിരുന്നപ്പോൾ എനിക്ക് പച്ചവെള്ളം, രാവിലെ പച്ചവെള്ളമല്ല ചൂടുവെള്ളമായിരുന്നു കേട്ടോ ശീലം. ഇപ്പോൾ പക്ഷേ അതൊക്കെ മാറി ചായ കിട്ടിയേ പറ്റൂ. കാരണം അവിടെ വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ എനർജിക്ക് ചായ കുടിച്ച് അങ്ങനെ ഒരു ശീലമായതാണ് കേട്ടോ. പക്ഷേ ശരിക്കും അത് നല്ല ശീലമാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയും ഉണ്ടാക്കാനാണ് കേട്ടോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഗ്രീൻ പീസ് നമ്മൾ ഇന്നലെ വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് ഇട്ടതാണ്. അപ്പോൾ വെള്ളമൊക്കെ കളഞ്ഞ് ഞാൻ ക്യാമറയുടെ മുന്നിലോട്ടൊന്ന് ജസ്റ്റ് കൊണ്ടുവന്നതേ ഉള്ളൂ. ഇപ്പോൾ ഒരു 3-4 തവണയും കൂടെ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാൻ പോവാണ്.
അപ്പോൾ ഞാനിന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല, വേറൊന്നും കൊണ്ടല്ല കേട്ടോ. നമ്മൾ സാധാരണ വീട്ടിലെ പച്ചമുളകായിരുന്നു ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇന്നലെ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നെങ്കിലും നമുക്കതൊന്ന് കഴുകിയെടുക്കാനുള്ള ടൈം കിട്ടിയില്ല കേട്ടോ. അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഉപ്പുവെള്ളമോ വല്ലതും അതിൽ വല്ലതും ഇട്ട് വെച്ചിട്ട് എടുക്കാറുള്ളൂ. ഇതിപ്പോൾ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി ആറ്റിനില്ല, തീർന്നു. ഇനി നമുക്കൊന്ന് ഫില്ല് ചെയ്ത് വെക്കണം. നമ്മൾ വീട്ടിൽ തന്നെ മഞ്ഞൾ കഴുകി ഉണക്കി പൊടിക്കുന്നതായതുകൊണ്ട് നമ്മൾ കുറച്ചേ ചേർത്തുള്ളൂ. അതിൽ ഉണ്ടായിരുന്ന കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, അതേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒരുപാട് ചേർത്ത് കൊടുത്താൽ ഓവർ യെല്ലോ കളറായി പോകും. കാരണം ഭയങ്കര യെല്ലോ കളറാണ് കേട്ടോ ഇവിടുത്തെ മഞ്ഞൾ പൊടിക്ക്. അത് എന്താണെന്ന് ഒരാളോട് ചോദിച്ചപ്പോൾ ഇതുപോലെ ഒരു അമ്മച്ചിയാണോ മമ്മിയാണോ എനിക്കൊരു ഡൗട്ടുണ്ട്, പറഞ്ഞത് ഓവർ ഉണക്കായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മഞ്ഞൾ പൊടിക്ക് അങ്ങനെ കളർ കൂടുമോ അങ്ങനെ എന്തോ പറഞ്ഞു കേട്ടോ. നിങ്ങൾക്കറിയാമെങ്കിൽ പറയണം കേട്ടോ. നമ്മളുടെ വീട്ടിൽ മഞ്ഞൾ പൊടിയാണ്, പക്ഷേ ഭയങ്കര കളറാണ് കേട്ടോ. അതുകൊണ്ടൊരു നുള്ളിട്ടാൽ മതിയായിരിക്കും. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇവിടുത്തെ ഗ്രീൻ പീസും സംബന്ധിച്ചിടത്തോളം ഗ്രീൻ പീസും കടലയൊക്കെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. 1-2 വിസിലൊക്കെ മതി. അതൊരു വലിയ ഭാഗ്യമാണ് കേട്ടോ. ചില സമയത്തൊക്കെ നമ്മൾ വേറെ ഷോപ്പിങ്ങൊക്കെ മാറി മേടിക്കുമ്പോഴത്തേക്ക് ഒരു 3-4 വിസിലൊക്കെ കേൾപ്പിച്ചാലും ചിലപ്പോൾ പറ്റില്ല. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മൾ ഈ കടലയിലേക്കും പയറിലേക്കാണേലും ഗ്രീൻ പീസിലേക്കാണേലും ഉപ്പിട്ട് കൊടുക്കാതെ നമ്മൾ ഗ്രേവി ഉണ്ടാക്കുന്നതിനകത്ത് ഉപ്പിട്ട് കൊടുക്കണമെന്നാണ് എനിക്ക് അന്നൊക്കെ മനസ്സിലായൊരു കാര്യം. ചില കടയിലാണെങ്കിൽ വേവാൻ നല്ല സമയമെടുക്കും. അപ്പം നമ്മൾ ഈ പയറിലേക്കും പരിപ്പിലേക്കും ഒന്നും ഉപ്പിടാതെ അതുണ്ടാക്കുന്ന ആ ഗ്രേവിയിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം നമുക്കിനി ഇതിന് വേണ്ടിയിട്ടുള്ള ഗ്രേവി സെറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ കുക്കർ അപ്പുറത്തെ ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് കേട്ടോ. അപ്പോൾ എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, പിന്നെ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയ ഉള്ളിയും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സവോള എടുത്താലും മതി കേട്ടോ. സവോള ഇപ്പം മേടിക്കൽ നിർത്തി വെച്ചിരിക്കുകയാണ്, കാരണം സവോളയ്ക്ക് ഭയങ്കര വിലയാണ്. നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന് കട്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് സവോളയുടെ ഉള്ളു ഫുൾ പിന്നെന്താണ് ചീത്തയായിരിക്കും. കാരണം നമ്മൾ ഇത്രയും വിലയും കൊടുത്ത് മേടിച്ചുകൊണ്ട് വരും, സംഗതി ഫുൾ കേടാണെങ്കിൽ പിന്നെ യൂസ് ഇല്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ മാക്സിമം ചെറിയുള്ളിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ചെറിയുള്ളി പൊളിക്കാൻ ഭയങ്കര മടിയാണ്. എന്നാലും സവോളയുടെ വിലയും സവോള കിട്ടുന്നത് നല്ലതും അല്ലാത്തതുകൊണ്ട് ചെറിയുള്ളി തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കറിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലുണ്ട് കേട്ടോ. പണ്ടൊക്കെ ഞാനാണെങ്കിൽ ഇതുപോലെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുക്കറിൽ തന്നെ ആ മസാല റെഡിയാക്കുമായിരുന്നു. ഉള്ളിയൊക്കെ കുക്കറിൽ തന്നെ ഇട്ട് വഴറ്റിയിട്ട് ഗ്രീൻ പീസ് കഴുകി അതിലോട്ടിട്ട് വിസിൽ കേൾപ്പിച്ച് ഇങ്ങെടുക്കും. എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ സെപ്പറേറ്റ് ഉള്ളിയൊക്കെ വഴറ്റുന്നതിനേക്കാളും നല്ലത് നമ്മൾ ആ ഉണ്ടാക്കുന്ന കുക്കറിൽ തന്നെ ഇട്ട് വഴറ്റിയെടുക്കുന്നതാണ്. എന്നിട്ട് അതിലോട്ട് ഈ ഗ്രീൻ പീസോടെ തട്ടിയിട്ട് വിസിൽ കേൾപ്പിച്ചെടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ കുഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തിയും പൂരിയും കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുന്ന ദിവസം കൊച്ചിനും ഇങ്ങനെ മാവ് കൊടുക്കണം. ഭയങ്കര വഴക്കാണ് കേട്ടോ. അതിന് മമ്മി ദേ വേറൊരു പലകയൊക്കെ മേടിച്ച് സെറ്റ് ചെയ്ത് കൊച്ചിന് നടത്തതാണ് കേട്ടോ. അപ്പം ഞാനിവിടെ വന്നതാണ് കേട്ടോ. അവൾ പരത്തുന്ന കണ്ടതിൻ്റെ ആ സന്തോഷത്തിന് നല്ല സ്റ്റൈലായിട്ട് പുള്ളിക്കാരി പരത്തും കേട്ടോ. കാരണം കുഞ്ഞിലെ തൊട്ടേ ഇതാണല്ലോ ശീലം. അതുകൊണ്ട് തന്നെ നല്ലതുപോലെ ആൾ പരത്തി തരും കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, കിച്ചണിലെ എല്ലാ ജോലിയും ചെയ്ത് നല്ല ശീലമുള്ള ആളാണ് കേട്ടോ. പിന്നെ നമ്മളൊരാൾ കൂടെ നിൽക്കണം എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് കേട്ടോ. കാരണം ഇവരെന്തൊക്കെയാണ് ചെയ്ത് വെക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പം നമ്മളുടെ ഒരു കണ്ണ് എപ്പോഴും വേണം കൂടെ നമ്മൾ നിർത്തുമ്പോൾ. ഇടയ്ക്ക് എന്തോ ഒരു പാർട്ട് നന്നായിട്ട് കിട്ടാഞ്ഞതുകൊണ്ട് അതെനിക്ക് കട്ട് ചെയ്യേണ്ട വന്നു കേട്ടോ. അതാണ് പിന്നെ അവിടെ ഒരു ഷേപ്പ്ലെസ് ആയിട്ടൊരു ചപ്പാത്തി ഇരുന്നപ്പം നന്നായിട്ട് പരത്തിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇതാണ് ആക്ച്വലി ആൾ നന്നായിട്ട് പരത്തിയൊരു ചപ്പാത്തി. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇതിനകത്ത് ഞാൻ കുഞ്ഞിൻ്റെ കൂടെ ഒരു തംബ്നെയിൽ എടുക്കാൻ വേണ്ടിയിട്ട് 2 തവണ ഒന്ന് പോസ് ചെയ്തായിരുന്നു കേട്ടോ. അതാണ് ഞാൻ കുഞ്ഞിൻ്റെ കൂടെ വന്ന് നിന്നത് സന്തോഷം കൊണ്ട് എന്നൊക്കെ 2 കാര്യം പറഞ്ഞത്. അത് നിങ്ങൾക്ക് ഈ ഒരു ക്ലിപ്പ് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. ആൾ നന്നായിട്ട് ചപ്പാത്തി പരത്തുമെന്നുള്ളത് ഇപ്പം മനസ്സിലാവും നിങ്ങൾക്ക് കണ്ടു നോക്കുമ്പോൾ കേട്ടോ.
എൻ്റെ എഡിറ്റിംഗ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ കുറ്റം കുറവുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണേ. അപ്പം പിന്നെ എന്താണ് നിങ്ങളുടെയൊക്കെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയണം കേട്ടോ കമൻസിലൂടെ. നമ്മൾക്കിങ്ങനെ ഒരു ബിഗ് ഫാമിലി ആക്കണം എന്നൊക്കെയാണ് എനിക്ക് ആഗ്രഹം കേട്ടോ. മറ്റുള്ളവരുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ അവർ കണ്ടില്ല ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും, കുറേ നല്ല ഫ്രണ്ട്സും അങ്ങനെയൊക്കെ. എനിക്ക് ശരിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ ആഗ്രഹം. എന്തായി തീരും എന്നറിയില്ല, പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ വീഡിയോസൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യാം. നല്ല നല്ല വീഡിയോസ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിനകത്തിലൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്ന് നിങ്ങൾക്കാർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം കേട്ടോ. ദൈവത്തെ ഓർത്ത് വിഷമിപ്പിക്കുന്ന കമൻസ് ഇട്ട് ആരും എന്നെ വിഷമിപ്പിക്കരുത് കേട്ടോ. ഹാപ്പി കമൻസ് ഉള്ളി, അതാണ് കേട്ടോ എൻ്റെ ഒരു പോളിസിയും. അപ്പോൾ നിങ്ങളൊക്കെ അങ്ങനെ നല്ല സന്തോഷം തരുന്ന കമൻസ് ഇടുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ ദേ ഇവിടെ ആൾ വലിയ പണിയിലാണ്. അപ്പോൾ മമ്മിയും കുഞ്ഞൂടെ ചപ്പാത്തി പരത്തട്ടെ, നമുക്ക് നമ്മളുടെ കാര്യത്തിലേക്ക് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്രീൻ പീസ് കറി വെച്ചാലോ? പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല കേട്ടോ, വളരെ ഈസിയാണ്. അതേപോലെ എൻ്റെ ഫേവറേറ്റായിട്ട് എനിക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും ഇഷ്ടമുള്ളൊരു കറിയാണ് കേട്ടോ ഗ്രീൻ പീസ് കറി. വെളുത്തുള്ളിയും ഇഞ്ചിയൊന്നും ഞാൻ ചതയ്ക്കാനൊന്നും നിന്നില്ല കേട്ടോ. ഞാൻ കുറച്ച് എളുപ്പപ്പണിക്കാരിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ചതയ്ക്കണമെങ്കിൽ കല്ല് കഴുകണം, പിന്നെ ചതച്ചിട്ടും വീണ്ടും കല്ല് കഴുകണം. അത് നല്ലത് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞ് കുക്കറിലോട്ട് ഇട്ടിട്ട് ഞാൻ ഒരു തവണയും കൊണ്ട് വിസിൽ കേൾപ്പിക്കും. അപ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ അങ്ങ് വെന്ത് നല്ല സെറ്റ് ആയിക്കോളും കേട്ടോ. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി ഞാൻ ഫില്ല് ചെയ്തുകൊണ്ട് വന്നു. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. നമ്മൾ മറ്റേതിൽ ഗ്രീൻ പീസിൽ ഇട്ടതുകൊണ്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് കാശ്മീരി ചില്ലിയും മല്ലിപ്പൊടിയും ഗരം മസാലയും മീറ്റ് മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചിക്കൻ മസാല ചേർത്താൽ മതി. ഞാൻ മീറ്റ് മസാലയാണ് കേട്ടോ ഇട്ടത്, മുളകൊന്നും ഇട്ടില്ല കേട്ടോ. എന്നിട്ട് ഇത് നല്ലതുപോലെ വഴറ്റി നല്ലതുപോലെ പച്ചമണമൊക്കെ മാറി വന്നു കഴിയുമ്പോഴത്തേക്ക് ഞാൻ അതിലോട്ട് കുറച്ച് വെള്ളമോട് ഒഴിച്ച് ഒന്നുകൂടെ എണ്ണ തെളിയുന്നിടം വരെ ഒന്നുകൂടൊന്ന് മൂപ്പിച്ചിട്ട് ഞാൻ ആ എണ്ണയ്ക്കകത്തിലിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ നമ്മളുടെ കുക്കറിലേക്ക് ആ ഗ്രേവി ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒരു ഒന്ന് രണ്ട് വിസിലൊന്നും കേൾപ്പിക്കത്തില്ല, ഒരു വിസിൽ കേൾപ്പിച്ച് ഞാൻ ആ പ്രഷറിൽ തന്നെ വെച്ചിട്ട് കഴിക്കാറാകുമ്പോഴത്തേക്ക് ഓപ്പൺ ആക്കി നോക്കും. അപ്പോൾ നല്ല വെന്ത് കുറുകി നല്ല സെറ്റായി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറി ആയിട്ടുണ്ടാവും കേട്ടോ.
അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളത് കമൻസ് ആയിട്ട് എന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ ഇനി ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, എങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ എനിക്കൂടെ പറഞ്ഞു തരണം കേട്ടോ. നമുക്ക് നല്ലൊരു ബിഗ് ഫാമിലി ആയിട്ട്, നല്ല ഹാപ്പി ആയിട്ട്, നല്ല ഫ്രണ്ട്ലി ആയിട്ട് മുന്നോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഒരു രക്ഷയില്ല. ഈ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആകെ മൊത്തം ഈ മതിൽ പണിക്കാരുടെ ബഹളമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഓൺ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചാലും ബഹളം തന്നെയാണ്. അപ്പോൾ എനിക്ക് ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് കേട്ടോ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും അതൊന്ന് ക്ഷമിച്ചേക്കണം. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.